പല രാജ്യങ്ങളിലും അവരുടേതായ ബ്രെഡുകൾ അവൈലബിൾ ആണ്. നമുക്കിവിടെയാണെങ്കിൽ ചപ്പാത്തി, റോട്ടി അതെല്ലാം നമ്മുടേതായ ബ്രെഡ് ടൈപ്സ് ആണ്. അപ്പോൾ അതേപോലെ ഇന്ന് ഞാനൊരു ബ്രെഡാണ് ഷെയർ ചെയ്യുന്നത്, അഫ്ഗാനി നാൻ. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ അഫ്ഗാനി നാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബോൾ എടുക്കാം. ബോളിലേക്ക് 1.25 ടീസ്പൂൺ ഈസ്റ്റ്. അതിനൊപ്പം ഈസ്റ്റ് ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും പഞ്ചസാര വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ലൂക്ക്വാം വാട്ടർ, ചെറിയ ചൂടുള്ള വെള്ളം. ഇത് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മൾ സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഡയറക്റ്റ് മാവിൽ വേണമെങ്കിൽ നമുക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് പൊക്കാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഈ സെയിം ഈസ്റ്റിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. അത് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ച് തന്നെ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദ ചേർക്കാം. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 3 കപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2.5 കപ്പോളം ഇതിനകത്തേക്ക് ചേർക്കാം. ഈ അളവിൽ 2.5 തൊട്ട് 3 കപ്പ് വരെ മൈദ നമുക്ക് ആവശ്യം വരും. നമ്മൾ കുഴയ്ക്കുമ്പം നനവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ. ഇത് ട്രഡീഷണലി തന്തൂരി അവനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളിന്ന് അവനിൽ വെച്ചിട്ടുണ്ടാക്കും. അവനില്ലാത്തവർക്ക് തവ വെച്ചിട്ടും ഈ നാൻ ഉണ്ടാക്കാം. 3 കപ്പ് ഫുള്ളായിട്ട് ഞാൻ ചേർക്കാറില്ല. ഒരു 2.5 തൊട്ട് 2.25 തരം പൊടി ആവശ്യമുള്ളൂ. ചെറുതായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ ഒരു പരുവമല്ല, ഇച്ചിരി സ്റ്റിക്കി ഡോ ആയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേണ്ടേ. ഒത്തിരി സ്റ്റിക്കി ആണെങ്കിൽ മാത്രം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ടക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട്, പൊങ്ങാനായിട്ട് വെക്കാം. പൊങ്ങാനായിട്ട് വെക്കുമ്പോൾ എപ്പോഴും ഇതിന് പുറത്ത് കുറച്ച് ഓയിൽ റബ്ബ് ചെയ്യണം. ഒന്നുകിൽ നന്ന തുണിയിട്ട് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് മൈദയും വെള്ളം കൂടെ കുറുക്കി ഒരു പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടുണ്ട്. അടുത്തായിട്ട് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1.5 ടീസ്പൂൺ മൈദ, ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇത് ഇളക്കി ഒരു തിക്ക് പേസ്റ്റായിട്ട് ഉണ്ടാക്കുക. എപ്പോഴും ഇത് ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ മാവ് പൊങ്ങാനായിട്ട് വെച്ച് കഴിയുമ്പോൾ ഉടനെ ഇത് ചെയ്ത് വെക്കുക. ഇത് നന്നായിട്ട് കൂളാവും. ഇത് കുറുക്കി നല്ലൊരു കുറുക്ക് പരുവത്തിനാക്കി എടുക്കണം. ഓക്കെ, ഇത് തിക്കായി ഓഫ് ചെയ്യാം. നല്ലൊരു തള വരുമ്പോഴത്തേക്ക് തിക്കാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റി വെക്കാം. നന്നായിട്ട് കൂളാവണം. കൂളാകുന്ന വരെ മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറി ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ബ്രെഡിന് ഉപയോഗിക്കേണ്ട പേസ്റ്റ് റെഡിയാണ്. മാറ്റി വെക്കാം. ഇത് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചേക്കുന്ന മാവാണ്. യൂഷ്വലി ഇതൊരു 2 മണിക്കൂറൊക്കെ മാക്സിമം മതി. 1.5 മണിക്കൂറിലൊക്കെ നന്നായിട്ട് പൊങ്ങും. ഓരോ ക്ലൈമറ്റ് അനുസരിച്ച്, നമ്മുടെ വെതർ അനുസരിച്ചിരിക്കും. നല്ല മഴയൊക്കെയുള്ള സമയത്താണ് 2 മണിക്കൂറൊക്കെ വെക്കുക, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ധാരാളം. ഇത് പൊങ്ങി നന്നായിട്ട് പഞ്ച് ചെയ്തതിൻ്റെ എയറെല്ലാം കളയുക. പഞ്ച് ചെയ്ത് എയർ കളഞ്ഞ് ഒന്നുകൂടെ കവർ ചെയ്തൊന്ന് മാറ്റി വെക്കാം.
ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ പാൻ എടുത്തേക്കുന്നത്, വലിയൊരു ട്രേ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യാം. നമ്മൾ പഞ്ച് ചെയ്ത് എയർ കളഞ്ഞ ഡോ ആണ് അതിനകത്തേക്ക് ഇടാം. നന്നായിട്ടങ്ങ് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മൈദയും വെള്ളം കൂടെ ചേർത്ത് കുറുക്കി വെച്ചേക്കുന്ന പേസ്റ്റ് ഇല്ലേ, ഫ്ലവർ പേസ്റ്റ്, അത് ഇതിനകത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് തവയിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ സൈസ് കുറയ്ക്കുക, ചെറിയ 2-3 സൈസായിട്ട് റൗണ്ടായിട്ട് പരത്തിയിട്ട് വേണമെങ്കിൽ കല്ല് വെച്ച് വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഫിംഗേഴ്സ് മാവിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്ത ശേഷം ഇതേപോലെ ലൈൻസ് കൊടുക്കുക. ഇത്ര മാത്രമാണെങ്കിലും മതി. തിരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ലൈൻസ് കൊടുക്കാം. ഇത് പൊങ്ങാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ഷേപ്പിൽ കൊടുത്തു. ഇനി ഇതിലേക്ക് വെള്ള എള്ളും കറുത്ത എള്ളും കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. ഏതിൽ ഒരെണ്ണേ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഇടുക. ഇതിനി നമുക്ക് അവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 12 to 15 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ അവനിലും ബേക്കിംഗ് ടൈം വ്യത്യാസമായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കാം. അഫ്ഗാനി നാൻ അവനി നമ്മൾ എടുക്കുമ്പോഴത്തെ ആ മണം എന്ന് പറഞ്ഞാൽ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇച്ചിരി സോൾട്ടഡ് ബട്ടർ ബ്രഷ് ചെയ്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആ ചൂടായിട്ടിരിക്കുമ്പം തന്നെ നന്നായിട്ട് ബട്ടർ ബ്രഷ് ചെയ്യാം. ബട്ടറിന് പകരം ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്താലും മതി. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യാനായിട്ട് കബാബ്സിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ അഫ്ഗാനി ചിക്കൻ അങ്ങനെയുള്ള ഡിഷസിൻ്റെ കൂടെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ടയർ ചെയ്യുമ്പം കാണുമ്പോൾ തന്നെ എനിക്കറിയാം നല്ല ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറാണ്. ഇതേപോലെ ടയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വീറ്റ് ഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിലും, മൈദ ഉപയോഗിക്കാത്തവർക്ക് വീറ്റ് ഫ്ലവർ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവനില്ലാത്തവർക്ക് തവയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ദോശക്കല്ല് വെക്കുക, അതിൻ്റെ പുറത്തൊരു പാനിനകത്ത് ഇത് ചെറിയ റൗണ്ടായിട്ട് പരത്തിയിട്ട് ഇതേപോലെ തന്നെ അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതായത് അവനില്ലാണ്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.